നമ്മള് ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രമല്ലേ ചെയ്തോളൂ കഴിഞ്ഞ ദിവസം. അതെ. അപ്പൊ നമ്മൾ ഇന്നലെ ഈ കാണുന്ന ടോപ്പോളജിയുടെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് രണ്ട് ലാനുകളിലോട്ട് നമുക്ക് എന്ത് കിട്ടില്ല. അപ്പൊ KL ഡിവൈസ് ആണെങ്കിൽ ബാംഗ്ലൂർ ഇരിക്കുന്ന 3 പറയുന്ന പോയിന്റിലോട്ട് എന്തുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ബാംഗ്ലൂർ ഡിവൈസ് ആണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന ആ ലൂപ്പ് ബാക്കിലോട്ട് നമുക്ക് എന്ത് കിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടില്ല. റൈറ്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ റൗട്ടിംഗ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. റൗട്ടിംഗ് എന്താണ്, മെത്തേഡ് ആണ്. എന്താണ് റൗട്ടിംഗ് മെത്തേഡ് ആണ്, റൗട്ടിംഗ് പ്രോട്ടോകോൾ അല്ല പഠിക്കുന്നത്. റൗട്ടിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ അവൈലബിൾ ആണ്. നിങ്ങൾ കേട്ട് കാണും, പേര് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. EIGRP OSPF എന്ന് പറയുന്ന പ്രോട്ടോകോൾസിന് വിളിക്കുന്ന കോമണായി വിളിക്കുന്ന പേരാണ് ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ. എന്താ വിളിക്കുന്നത്? ഡൈനാമിക്. അതായത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾസിന് വിളിക്കുന്ന പേരാണ് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? റൂട്ടിംഗ് മെത്തേഡ് മാത്രമാണ്. എങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് എത്താം എന്ന് പറയുന്ന മെത്തേഡ്. ആ മെത്തേഡിന് വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് റൗട്ടിംഗ് എന്ന് വിളിക്കും. എന്താ നമ്മൾ വിളിക്കുന്നത്? സ്റ്റാറ്റിക് റൗട്ടിംഗ്. സ്റ്റാറ്റിക് റൗട്ടിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അഡ്മിനിസ്ട്രേറ്റർ മാനുവലി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ KL ഡിവൈസിന് അറിയാൻ പാടില്ലാത്ത നെറ്റ്വർക്ക് അഡ്രസ് നമുക്ക് അറിയാലോ. ഏതാണ് അറിയാൻ പാടില്ലാത്തത്? 3 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. ഓക്കെ, 3 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ഇവിടെ 3 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല? IP എന്ന് പറഞ്ഞില്ല. നമ്മൾ റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താണ് ഉപയോഗിക്കേണ്ടത്? IP അഡ്രസ് ആണോ നെറ്റ്വർക്ക് അഡ്രസ് ആണോ? നെറ്റ്വർക്ക് അഡ്രസ്. എന്തായാലും പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഒരു ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു ലാൻ ഉണ്ടാവുക അല്ലെ. ഇത്രയും പോർഷൻ എന്താണ് ലാൻ എന്നാണ് നമ്മൾ പറയാം. ഇതിനകത്ത് വരുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 3.0.0.1 എന്ന് പറയുന്ന IP ഞാൻ ഈ പോയിന്റിന് കൊടുത്തു. ഓക്കെ, എക്സാമ്പിൾ. ദെൻ ഈ കാണുന്ന PC ഇമാജിൻ ചെയ്യാം. PC 2 ആണ് കൊടുത്തത്. ഇയാൾക്ക് ഞാൻ 3 കൊടുത്തു, ഇയാൾക്ക് ഞാൻ 4 കൊടുത്തു, ഇയാൾക്ക് ഞാൻ 5 കൊടുത്തു. അപ്പൊ നമ്മൾ റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് IP ആണ് പറയുന്നതെങ്കിൽ ഏതുവരെ നമുക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ? നമ്മൾ തിങ്ക് ചെയ്യുക, ലോജിക്കലി തിങ്ക് ചെയ്യുക. നമ്മൾ IP കൊടുക്കാത്തതിന്റെ റീസൺ ആണ് പറയുന്നത്. എന്നാൽ ഈ കാണുന്ന എല്ലാ IPസിന്റെയും കോമൺ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ? 3.0.0. എന്തുകൊണ്ട് നെറ്റ്വർക്ക് അഡ്രസ് കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നെറ്റ്വർക്ക് അഡ്രസ്സും ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും IP അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓർമ്മയിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണെങ്കിൽ എപ്പോഴും IP അഡ്രസ്സും, റൗട്ടിംഗ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള റൗട്ടിംഗ് ആണെങ്കിലും എന്താ യൂസ് ചെയ്യുക? നെറ്റ്വർക്ക് അഡ്രസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് റൗട്ടിംഗിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? ഏതൊക്കെ നെറ്റ്വർക്ക്സ് നമുക്ക് അറിയാൻ പാടില്ലയോ ആ നെറ്റ്വർക്സിലോട്ടെല്ലാം മാനുവലി എന്ത് പറഞ്ഞു കൊടുക്കണം? വഴി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വഴി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്സിലോട്ട് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? കമ്മ്യൂണിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് സ്റ്റാറ്റിക് റൂട്ടിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ്. ശ്രദ്ധിക്കുക. R1 കയറുവാണ് നമ്മൾ, മീൻസ് KL ഡിവൈസ് അല്ലെ. KL പറയുന്ന റൗട്ടിനകത്ത് കയറുന്നു, റൗട്ടിന്റെ കോൺഫിഗറേഷൻ മോഡിൽ കയറുന്നു. എന്നതിന് ശേഷം യൂസ് ചെയ്യുന്ന സിൻടാക്സ് ശ്രദ്ധിക്കുക. IP റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് എന്നാണ്. KL ഡിവൈസിന് അറിയാൻ പാടുന്ന നെറ്റ്വർക്ക് അഡ്രസ് ഏതാണ്? 3 അല്ലെ. അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്. സിൻടാക്സ് കാണിച്ചു തരാം, PPT-കകത്തുണ്ട്. സിൻടാക്സ് കാണിച്ചു തരാം. അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്, ഒരു സിംഗിൾ സ്പേസ്, ആ നെറ്റ്വർക്ക് അഡ്രസ്സിന്റെ സബ്നെറ്റ് മാസ്ക് എത്രയാണ്? ഇതിന്റെ സബ്നെറ്റ് മാസ്ക്
255.0.0. എക്സലന്റ്. 255.0.0.0. ഇനി എനിക്ക് ഈ 3 പറയുന്ന ഐ പിയിലോട്ട് എത്താൻ ഞാൻ ആരെയൊക്കെ കാണണം? ഏതാണ് ഗേറ്റ് വേ, എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്താണ്? അയാളെ കണ്ടാ കാണിച്ചില്ലേ, മിസ്റ്റർ എനിക്ക് 3 പറയുന്ന നെറ്റ്വർക്ക് അറിയില്ല, താങ്കൾക്ക് അറിയാമോ എന്ന് ആരുടെ ഗേറ്റിനോട് ചോദിക്കണം? അതായത് ബാംഗ്ലൂർ റൗട്ടറിന്റെ ഗേറ്റ് ആണത്. ഈ ഗേറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഈ പാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൗട്ടർ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 3 ആണോ, അത് നമുക്കറിയാം, നമ്മുടെ ആളാണോ, അങ്ങോട്ട് പോയിക്കോളൂ. നമുക്ക് അറിയാം. അങ്ങോട്ട് പോകാനുള്ള വഴി ചോദിച്ചു പോയാൽ മാത്രമേ ബാംഗ്ലൂർ റൗട്ടർ എന്ത് ചെയ്യുള്ളൂ, അയാളുടെ ലാൻഡിലോട്ട് കടത്തി വിടുള്ളൂ. അങ്ങനെ മാനുവലി ചോദിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് റൗട്ടിംഗ്. നമ്മൾ ഏത് ഐ പി പറഞ്ഞു കൊടുക്കണം? ഗേറ്റ് വേ ഐ പി അഥവാ നെക്സ്റ്റ് ഹോപ്പ് ഐ പി. എത്രയാണ്? ബാംഗ്ലൂർ റൗട്ടറിന്റെ റൗട്ടോട്ട് കയറാനുള്ള ഐ പി എത്രയാണ്? 2.0.0.2. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ KL ഡിവൈസിന് 3 പറയുന്ന നെറ്റ്വർക്കിലോട്ട് എന്ത് കിട്ടും? ആക്സസ് കിട്ടും. അതിനകത്ത് എത്ര ഐ പി ഉണ്ടെങ്കിലും അതിലോട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. തിരിച്ച് ബാംഗ്ലൂർ റൗട്ടറിന് വേണമെന്നുണ്ടെങ്കിലോ നേരെ ട്രാവൽ ചെയ്യുക, എവിടെ എത്താം? ബാംഗ്ലൂർ റൗട്ടർ പോവാം. ബാംഗ്ലൂർ റൗട്ടറിന്റെ കോൺഫിഗറേഷൻ മോഡിൽ കയറാം. മോഡിൽ കയറുക. ഐ പി റൂട്ട് ഏത് നെറ്റ്വർക്കാണ്? അറിയാൻ പാടില്ലാത്ത നെറ്റ്വർക്ക് സാധാരണ 1.0.0.0. അതിന് സബ്നെറ്റ് മാസ്ക് എന്താണ്? ഒരു സിംഗിൾ സ്പേസ് കൊടുത്തിട്ട് സബ്നെറ്റ് മാസ്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ആ KL ഡിവൈസിലോട്ട് കയറാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഐ പി ഏതാണ്? 2.0. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഫങ്ഷൻഡ് ആയ ഒരു ടോപ്പോളജി ആയി. KL ഡിവൈസിന് 3 പറയുന്ന നെറ്റ്വർക്കിലോട്ടും ബാംഗ്ലൂർ ഡിവൈസിന് 1 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ടും നമുക്ക് എന്ത് കിട്ടും? കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാലോ? നമ്മൾ ചെയ്തത് പാക്കറ്റ് ട്രേസറിനകത്തായിരുന്നു, ഞാൻ സേവ് ചെയ്തില്ല. കുഴപ്പമില്ല, 2 റൗട്ടറിൽ പെട്ടെന്ന്. സാർ അതിന്റെ സിന്റാക്സ് എങ്ങനെയായിരുന്നു സാർ? IP റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, സബ്നെറ്റ് മാസ്ക്, ദെൻ നെക്സ്റ്റ് ഹോപ്പ് ഐ പി. കാണിച്ചത് ഇവിടെ സിന്റാക്സ് ഉണ്ട്, കാണിച്ചത്. ഏറ്റവും താഴെ കണ്ടോ? ലാബ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ. Send. ഇല്ല, ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, 2 റൗട്ടറിൽ. KL ബാംഗ്ലൂർ. നമുക്ക് കേബിൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ പോർട്ട് ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സീരിയൽ പോർട്ട് ആഡ് ചെയ്യാൻ ഡ്രാഗ് ചെയ്തിട്ട് അഗൈൻ ഓൺ ചെയ്യുക, സീരിയൽ. ഇപ്പൊ താഴെ മിനിമൈസ് കിടക്കുന്നുണ്ടാവും. ഇതേപോലെ നമ്മൾ സെക്കൻഡ് ഡിവൈസും ഓഫ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി കേബിൾ ആഡ് ചെയ്യാം. പോർട്സ് ആഡ് ചെയ്തു. പോർട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? കേബിൾ ആഡ് ചെയ്യാം. മേലെ ക്ലിക്ക് ചെയ്യുന്നു. SM/0 to SM/. നമുക്ക് ഡയറക്റ്റ് ഓൺ ചെയ്യാം. അങ്ങനെ ഇനി IP ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഡയറക്റ്റ് കൺസോളിൽ കയറിയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നു, എനേബിൾ ചെയ്യുന്നു. config host name, KL, then let's say interface L1 interface add 1.0.0 5.0.0.0. Interface S1/0 exit. രണ്ട് IP കൊടുത്ത് വന്നിട്ടുണ്ട്. സീരിയൽ ഇന്റർഫേസ് തപ്പാക്കിയാൽ അപ്പാവുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ
ഒരു സ്റ്റെപ്പ് 1 ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്ത് സേവ് ചെയ്യാം. Step 2. Domain. Face S1/0 0 IP add dot 0 to mask 0.0 no access. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്ത് യൂസ് ചെയ്യാം? ടാബ്. Exit. Don't do it. അപ്പോൾ 2 റൗട്ടറിന്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്തു. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ നിൽക്കുന്നത്, എനിക്ക് ഒരിക്കലും എങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. റൂട്ടിംഗ് 1.0.0.1 കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ജസ്റ്റ് ഇനീഷ്യൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൗട്ടിംഗ് നമ്മൾ ചെയ്യണം. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലൂപ്പിംഗ് 3.0.0.1. എനിക്ക് അങ്ങോട്ട് എന്തില്ല? കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്റ്റാറ്റിക് റൗട്ടിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ത് റൗട്ടിംഗ് ആണ്? സ്റ്റാറ്റിക് റൗട്ടിംഗ്. അപ്പൊ ഞാൻ IP റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 3.0.0.0 സിംഗിൾ സ്പേസ് സബ്നെറ്റ് മാർക്ക്. അതിന്റെ സബ്നെറ്റ് മാർക്ക് നെക്സ്റ്റ് ഹോപ്പ് IP. നെക്സ്റ്റ് ഹോപ്പ് പറയുമ്പോൾ നമ്മുടെ ബാംഗ്ലൂർ റൗട്ടിന്റെ ഗേറ്റിന് കൊടുത്തിരിക്കുന്ന IP 2.0.0.0 അല്ലേ? 1 നമ്മുടെ IP ആണ്. 2.0.1 എന്ന് പറയുന്നത് നമ്മുടെ IP ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇപ്പൊ എന്ത് കിട്ടണം? സോ സിമ്പിൾ. അങ്ങോട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതേപോലെ നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണം? ബാംഗ്ലൂർ IP root 1.0.0 സിംഗിൾ സ്പേസ് 5.0.0.0 നെക്സ്റ്റ് ഹോപ്പ് IP 2.0.0.1. നമുക്ക് ഇനി അങ്ങോട്ട് എന്ത് കിട്ടും? ഇയാൾക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്തു, കംപ്ലീറ്റ് ഓക്കെ ആണ്. റൗട്ടിംഗ് ചെയ്തു, എല്ലായിടത്തേക്കും കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം, റൗട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റൗട്ടിംഗ് ടേബിൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് നോട്ട് ചെയ്തോളാം. ടു വ്യൂ ദ റൗട്ടിംഗ് ടേബിൾ. നമ്മൾ റൗട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റൗട്ടിംഗ് ഇൻഫർമേഷൻസ് കാണുന്ന ടേബിളിനെ വിളിക്കുന്ന പേരാണ് റൗട്ടിംഗ് ടേബിൾ. എന്താണ് കമാൻഡ്? ഡു ഷോ IP റൂട്ട്. ഡു ഷോ IP റൂട്ട്. കണ്ടടിച്ചു കഴിഞ്ഞാൽ റൗട്ടിംഗ് ടേബിൾ കാണാം. C എന്ന് പറയുന്നത് ഡയറക്ട്ലി കണക്റ്റഡ് അല്ലേ? കണക്റ്റഡ് 1 ഉം 2 എനിക്ക് ഡയറക്ട്ലി കണക്റ്റഡ് അല്ലേ? ഡിവൈസിന്. എന്നാൽ അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ? സ്റ്റാറ്റിക് ആണെങ്കിൽ ഏത് ലെറ്ററിലാണ് കാണിക്കുക? എസ് എന്ന് പറയുന്ന ലെറ്ററിലായിരിക്കും കാണിക്കുക. അപ്പം അതിന്റെ മീനിങ് എന്താണ്? സ്റ്റാറ്റിക് വഴിയാണ് എനിക്ക് ഈ അൺനോൺ നെറ്റ്വർക്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കിട്ടിയിരിക്കുന്നത്. ഏത് IP വഴിയാണ് കാണിക്കുന്നുണ്ടോ? വയ 2.0.0.2 പറയുന്ന IP വഴിയാണ് എനിക്ക് 3യുടെ ഇൻഫർമേഷൻസ് സ്റ്റാറ്റിക് റൂട്ട് എത്തിച്ചു തന്നിരിക്കുന്നത്. ഇതിനെ ടേബിളിൽ വിളിക്കുന്ന പേരെന്താണ്? റൗട്ടിംഗ് ടേബിൾ. ടു വ്യൂ ദ റൗട്ടിംഗ് ടേബിൾ. എന്താണ് കമാൻഡ്? ഷോ IP റൂട്ട്. പ്രിവിലേജ് മോഡ് ആണെങ്കിൽ എന്ത് മാത്രം കൊടുത്താൽ മതി? ഷോ IP റൂട്ട് മാത്രം കൊടുത്താൽ മതി. കോൺഫിഗറേഷൻ മോഡ് ആയതുകൊണ്ടാണ് ഫ്രണ്ടിൽ 2 എന്ന് ചേർത്തത്. എളുപ്പമല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് സ്റ്റാറ്റിക് റൗട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരന് ഗുണങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളേ ഉള്ളൂ. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇത്ര ഓക്കെ അല്ലേ? സ്റ്റാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു ടെക്നിക്ക് മാത്രമാണ്, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതല്ല. അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? മാനുവലി എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെ നെറ്റ്വർക്ക് ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മാനുവലി പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ കണ്ടല്ലോ, നമുക്കറിയാം മാനുവലി ഏതൊക്കെ നെറ്റ്വർക്കിലോട്ട് നമ്മൾ റൂട്ട് പറഞ്ഞു എന്നുള്ള കാര്യം. വളരെ സിമ്പിൾ ആണ്. അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ക്വിക്ക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കോൺഫിഗർ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റാറ്റിക് റൗട്ടിംഗ് എല്ലാ വെണ്ടേഴ്സ് മീൻസ് സിസ്കോ മാത്രമല്ല, ജുനിപ്പർ അങ്ങനെ എല്ലാത്തിലും
ഈ റൗട്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്ട് ചെയ്യാം അല്ലെ. നമുക്കറിയാം KLDS അറിയാൻ പാടുന്ന നെറ്റ്വർക്ക് അഡ്രസ് ഏതാണ് 3. അതേപോലെ തന്നെ ബാംഗ്ലൂർ അറിയാൻ പാടുന്ന നെറ്റ്വർക്ക് അഡ്രസ് ഏതാണ് 1 എന്ന് പറയാം. അത് എങ്ങനെയുള്ള നെറ്റ്വർക്ക്സ് ആയിരിക്കണം, ചെറിയ ചെറിയ നെറ്റ്വർക്ക്സ് ആയിരിക്കണം. എന്തുകൊണ്ട് വലിയ വലിയ നെറ്റ്വർക്സിനകത്ത് സ്റ്റാറ്റിക് റൂട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ താഴെ എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. ഹൈ മാനേജ്മെന്റ് ആണ്. ഒരുപാട് റൗട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, മാനുവലി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഒരു നെറ്റ്വർക്കിനകത്ത് എന്ത് മാറ്റം വന്നാലും എല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലെ. എല്ലാം മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ പോലെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല, ഒന്നും സെൻസ് ചെയ്യില്ല, ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാനുവൽ എറർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ എന്താണ് വളരെ പാടാണ്. മനസ്സിലായോ? എവിടെയെല്ലാം എത്ര റൗട്ടേഴ്സ് ഉണ്ടോ ശ്രദ്ധിക്കുക, എത്ര റൗട്ടേഴ്സ് ഉണ്ടോ സ്റ്റാറ്റിക് റൂട്ടിനകത്ത് എല്ലാ റൗട്ടേഴ്സിനകത്തും കയറി നമ്മൾ മാനുവൽ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആലോചിച്ച് നോക്കിയേ, എന്തേലും ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഡൈനാമിക്കലി എന്ത് ചെയ്യില്ല, ഒരിക്കലും വർക്ക് ആവില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും മാനുവലി ചെന്ന് പറഞ്ഞു കൊടുക്കണം. എത്ര റൗട്ടേഴ്സ് ഉണ്ടോ എല്ലാത്തിലും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ഹൈ മാനേജ്മെന്റ് ഓവർഹെഡ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ വലിയ വലിയ നെറ്റ്വർക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല, ആരെയും ഉൾപ്പെടുത്താറില്ല, സ്റ്റാറ്റിക് നമ്മൾ വളരെ കുഞ്ഞൻ നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് ഇതിന്റെ യൂസേജ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റാറ്റിക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അതിനുശേഷം മാത്രം സ്റ്റാറ്റിക് കൊടുക്കും. അതിന്റെ സിന്റാക്സ് അതിന്റെ താഴെ കിടക്കുന്നത് IP റൂട്ട്, അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, നെക്സ്റ്റ് ഹോപ്പ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ഹോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ എക്സിറ്റ് ഇന്റർഫേസ് എന്നുള്ള കമാൻഡ് ഏതിലും കുഴപ്പമില്ല, നെക്സ്റ്റ് ഹോപ്പ് മോസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറയാം. എടുത്തത് ഓക്കെ, അടുത്തത് സ്റ്റാറ്റിക് കൂടാതെ വരുന്ന ഒരു സംഗതിയാണ്, എല്ലാത്തിലും വരുന്ന സ്റ്റാറ്റിക് മാത്രം എല്ലാവരുടെയും യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ്, AD. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. R1 റൗട്ടർ, R2 റൗട്ടർ. എനിക്ക് എത്തിച്ചേരേണ്ടത് ഡെസ്റ്റിനേഷൻ ഇതാണ്. എക്സാമ്പിൾ 3.0.0.1 എന്ന് പറയുന്ന IP-ലോട്ട് എത്തിച്ചേരാം. ഡെസ്റ്റിനേഷൻ എന്താണ്, ഇതാണ്. എന്റെ സോഴ്സ് എന്താണ്, R1. അപ്പൊ R1 നിന്ന് R2 എത്തിച്ചേരാൻ നമുക്ക് എത്ര വഴികളുണ്ട്, 2 വഴികളാണ്. ഇങ്ങനെ 2 വഴികൾ വരുന്ന സമയത്ത് റൗട്ടറിന് ഏതെങ്കിലും ഒരെണ്ണം എന്താണ് ബെസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, വേണ്ടേ, ബെസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ബെസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്ന ക്രൈറ്റീരിയ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഷോർട്ടസ്റ്റ് AD അല്ലെങ്കിൽ ലോവസ്റ്റ് AD വാല്യൂ ഏത് ലിങ്കിനാണോ അതാണ് ബെസ്റ്റ്. ഇവിടെ ലോവസ്റ്റ് വാല്യൂ ആണ് ഫസ്റ്റ്, മനസ്സിലായോ, ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് AD വാല്യൂ വരുന്നത് എന്താണ് 0 to 255 ആണ് വരുന്നത്. കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്തായാലും കൺസിഡർ ചെയ്യുന്നത്, ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോളിന്റെയോ ഇന്റർഫേസിന്റെയോ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പർ അത് എല്ലാത്തിനും അസൈൻ ചെയ്തിട്ടുണ്ട്. അവരവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റൗട്ടർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ മേലെ കൂടെ പോകുന്ന കണക്ഷൻ സ്റ്റാറ്റിക് ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ അയാളുടെ AD എത്രയായിരിക്കും, 1 ആണ്. ഇപ്പൊ താഴത്തു കൂടെ പോകുന്ന കണക്ഷൻ റിപ്പാന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ അയാളുടെ AD എത്രയായിരിക്കും, 120 ആയിരിക്കും. നമുക്കറിയാം തിയറിറ്റിക്കലി നമുക്കറിയാം റൗട്ടർ ഏതാ എടുക്കുള്ളൂ, ലോവസ്റ്റ് AD വിൽ ബി സെലക്ട് ആസ് ബെസ്റ്റ്. ഈ ടോപ്പോളജി പ്രകാരം ആരായിരിക്കും ബെസ്റ്റ്, സ്റ്റാറ്റിക് ആയിരിക്കും. എന്തിനാണ് AD എന്നുള്ള കാര്യം മനസ്സിലായില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ് ഒരു പ്രോട്ടോകോളിന്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പർ. എല്ലാത്തിനും എന്തുണ്ട്, വാല്യൂസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണെങ്കിൽ കണ്ണും കൂട്ടി വിശ്വസിച്ചോ 0 ഫസ്റ്റ് വാല്യൂ ആർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്കിപ്പോ ഈ ഒരു ലൂപ്പ് ബാക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ഇന്റർഫേസ് ഉണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആണെങ്കിൽ അതല്ലേ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർ മാനുവലി കോൺഫിഗർ ചെയ്യുന്നതാണ് അടുത്ത പ്രയോറിറ്റി. നമുക്ക് ഡൈനാമിക്കിനേക്കാൾ കൂടുതൽ വിശ്വാസം എന്താണ്, നമ്മൾ മാനുവലി ചെയ്യുന്നതിനാണ് എന്ന് പറയുന്ന പോലെ അതിനാണ്. അങ്ങനെ എല്ലാ റൗട്ടിംഗ് പ്രോട്ടോകോൾസിനും എന്ത് വരുന്നുണ്ട്, ഈ കാണുന്ന പോലെ AD വാല്യൂസ് വരുന്നുണ്ട്. 255 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, അൺറീച്ചബിൾ.
ഓക്കെ, അപ്പൊ അങ്ങോട്ടൊന്നും പോകാനുള്ള വാല്യൂ ഒന്നും ഇല്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ വാല്യൂ തന്നെയാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഓക്കെ അല്ലേ മിസ്? AD ഓക്കെ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ് എന്താന്ന് മനസ്സിലായല്ലോ? ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, ലോവസ്റ്റ് വാല്യൂ ആണ് ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി മനസ്സിലായല്ലോ? ക്ലിയർ. ഇനി നമ്മൾ അടുത്ത റൗട്ടിംഗ് ആണ് ഈ ഇപ്പൊ അപ്പുറത്തൊരു R3 കൂടി ഉണ്ടെങ്കിൽ ആ. അതിന്റെ AD വാല്യൂ എങ്ങനെയാണ് നോക്കുന്നത്? താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ട് കണക്ഷൻ ഉണ്ടോ R2 R3 അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ബിറ്റ്വീൻ ഇവരുടെ ഇടയില്ലേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തെങ്കിൽ എന്താവാം? മേ ബി ഇവിടെ സ്റ്റാറ്റിക് ആവാം, ഇവിടെ എന്താവാം? റിപ്പ് ആവാം. പക്ഷെ ഇവിടെ എന്താണ്? ചിലപ്പോൾ ഇവിടെ EIGRP ആവാം, ഇവിടെ എന്തായിരിക്കാം? സ്റ്റാറ്റിക് ആവാം. അപ്പൊ ഏതാ ചൂസ് ചെയ്യാം? EIGRP ഐഡി എത്ര? 90. 90 ആണ്. അപ്പോഴും Static. യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനിയിപ്പോ രണ്ടും EIGRP തന്നെയാണ് വിചാരിച്ചോളൂ. രണ്ടും EIGRP തന്നെയാണെങ്കിൽ രണ്ടിന്റെ AD വാല്യൂ എന്തായിരിക്കും? 90 ആയിരിക്കും. അതിനുശേഷം വരുമ്പോൾ അപ്പൊ ഇങ്ങനെ രണ്ടും മാച്ച് ആയി കഴിഞ്ഞാൽ അടുത്ത ക്രൈറ്റീരിയ നോക്കും. അടുത്ത ക്രൈറ്റീരിയ വിളിക്കുന്ന പേരാണ് മെട്രിക് എന്ന് പറയും. അത് നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ടോപ്പിക് വരുന്നുള്ളൂ. മെട്രിക് നോക്കിയിട്ടായിരിക്കും അടുത്ത കൺസിഡർ ചെയ്യുന്നത്. ബാൻഡ്വിഡ്ത്തിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏത് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യുന്നത്. ക്ലിയർ? സാറേ എല്ലാം കൂടെ മിക്സ് ആക്കി യൂസ് ചെയ്യുമല്ലേ എല്ലാ പ്രോട്ടോകോളും? തീർച്ചയായിട്ടും നമുക്ക് വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് വരും. ഓക്കെ, മിക്സ് ആയി വരും. സ്റ്റാറ്റിക് വരാം, EIGRP വരാം. സ്റ്റാറ്റിക്കും EIGRP ഒക്കെ വരുന്ന സമയത്ത് അവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ഇതൊക്കെയാണ് വരുന്ന ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഡീഫോൾട്ട് റൂട്ട്. സ്റ്റാറ്റിക് റൂട്ടിന്റെ ഒരു കുഞ്ഞനിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റാറ്റിക് റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ അൺനോൺ നെറ്റ്വർക്ക്സും ആർക്ക് അറിയണം? അഡ്മിനിസ്ട്രേറ്ററിന് അറിയണം. എന്നാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഒരു നെറ്റ്വർക്ക് അഡ്രസിനെ കുറിച്ചും അറിയില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന റൗട്ടിംഗ് ആണ് ഡീഫോൾട്ട് റൗട്ടിംഗ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? എല്ലാ അൺനോൺ നെറ്റ്വർക്സിനെ കുറിച്ച് അറിയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന റൗട്ടിംഗ് ആണ് സ്റ്റാറ്റിക് റൗട്ടിംഗ്. എന്നാൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അറിയില്ല, അൺനോൺ ആണ്, എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് സിറ്റുവേഷൻ വരികയാണെങ്കിലോ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഡീഫോൾട്ട് റൂട്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ISPയുടെ സൈഡാണ് കേട്ടോ. ഇതെന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ പല സെർവേഴ്സ് ഉണ്ട്. എല്ലാം വെബൊക്കെ പലവിടെയായിട്ട് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമാജിൻ ചെയ്യുക, ഇവിടെയാണ് FBയുടെ വെബ് സെർവർ എന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റയുടെ വെബ് ഇവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ എല്ലാ പോയിന്റിലോട്ട് പോകാനുള്ള റൗട്ടിംഗ് ആർക്കിടയിൽ ചെയ്തിട്ടുണ്ടാവും? ബിറ്റ്വീൻ ഈ റൗട്ടേഴ്സിനകത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എവിടെയാണ് ഈ നെറ്റ്വർക്ക് ഇരിക്കുന്നത് അങ്ങോട്ടെല്ലാം ഓൾറെഡി റൂട്ട് ഉണ്ടാവും. ലക്ഷക്കണക്കിന് റൂട്ടുകൾ വരുന്ന ഒരു പ്രോട്ടോകോൾ ആണ് BGP. പഠിക്കാനുണ്ട്, നമുക്ക് വരുന്നുണ്ട്. ആ പ്രോട്ടോകോൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? പല ടെക്നിക്സും യൂസ് ചെയ്തിട്ട് അത് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. ലക്ഷങ്ങൾ എൻട്രീസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഓരോ റൗട്ടിനകത്ത് ഉണ്ടാവുക. ഇതേ സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇമാജിൻ ചെയ്യാം. അപ്പൊ നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ അവർ എന്തുകൊണ്ട് വെച്ചിട്ടുണ്ട്? മോഡം വെച്ചിട്ടുണ്ട്. അത് മേ ബി എന്തായിരിക്കാം? വയർലെസ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വയർലെസ് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. വൈഫൈ വഴി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ മൊബൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഈ ഡിവൈസിനകത്തുള്ള മെഷീൻസിന് എന്ത് കൊടുക്കാം? ഇന്റർനെറ്റ് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ മോഡത്തിൽ നിന്ന് ആരെന്ത് ചോദിച്ചു വന്നാലും എക്സാമ്പിൾ ഈ IP അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗേറ്റ് IP, നമ്മുടെ നെക്സ്റ്റ് IP ഇല്ലേ, അടുത്ത ഡിവൈസിന്റെ IP, ISPയുടെ IP. എക്സാമ്പിൾ 1.1.1.1 ആണ് നമ്മുടെ പബ്ലിക് IP എന്ന് വിചാരിക്കുക. നമ്മുടെ ഡിവൈസസ് വരുന്ന എല്ലാ റിക്വസ്റ്റുകളും മോഡം എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും? ഈ IP-ലോട്ട് ഫോർവേഡ് ചെയ്ത പോരെ? അത് ISPയുടെ റൗട്ടറിന്റെ IP ആണ്. നമ്മൾ അവിടെ എത്തിച്ചേർന്നാൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആര് നോക്കിക്കോളും? ISP നോക്കിക്കോളും. പുള്ളിക്കാരൻ ഫോർവേഡ് ചെയ്തോളും. താങ്കൾക്ക് ഇൻസ്റ്റയ്ക്ക് പോകണോ, യൂട്യൂബ് ആണോ, എങ്ങോട്ടാ വേണ്ട വെച്ചാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും റൂട്ട് ചെയ്തോളും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ ഇത് വന്നിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ ഡിവൈസ് ആണ് വിചാരിച്ചോളൂ. നമ്മൾ ഈ ഒരു സംഗതി, ഈ ഒരു ഫെസിലിറ്റി, ഡീഫോൾട്ട് റൗട്ടിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്തുകൊണ്ട് വെക്കണം? റൗട്ടർ കൊണ്ട് വെക്കണ്ടേ? റൗട്ടർ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ടെല്ലാം റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? ലക്ഷം കണക്കിന് അല്ലെങ്കിൽ എത്ര കോടിക്കണക്കിന് വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ?
അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ലക്ഷങ്ങളും കോടികളും വെച്ചിട്ട് ആര് റൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ISP ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഗേറ്റ്വേയിലോട്ട് എത്തിച്ചേർന്നാൽ മതി. പിന്നെ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി ഇയാൾ എങ്ങോട്ട് പറഞ്ഞേക്കേണ്ടത്, പുള്ളിക്കാരൻ റൂട്ട് ചെയ്തോളും. അവിടെ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ബോധേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എവിടെ എത്തിച്ചേർന്നാൽ മതി? ഗേറ്റ്വേയിലോട്ട് എത്തിച്ചേർന്നാൽ മാത്രം മതി. ആ സിന്റാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. IP റൂട്ട് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിൽ അടുത്ത ഓപ്ഷൻ സ്റ്റാറ്റിക്കിനകത്ത് പഠിച്ചപ്പോൾ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അഡ്രസ് നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ കംപ്ലീറ്റ് 0 കൊടുക്കുക. നെറ്റ്വർക്ക് അഡ്രസ് അറിയില്ല, സബ്നെറ്റ് മാസ്ക് അറിയോ? ഇല്ല. എനിക്ക് ആകെ അറിയാവുന്ന എന്താണ്? കംപ്ലീറ്റ് 1. എനിക്ക് നെക്സ്റ്റ് ഹോപ്പ് മാത്രം അറിയുള്ളൂ, അഥവാ ഗേറ്റ് മാത്രം അറിയുള്ളൂ. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ എങ്ങോട്ട് പോയിക്കോളും? ISP-ലോട്ടും. ISP നമുക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരും. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരും. അപ്പൊ ഈ 2 റൗട്ടിങ് നമുക്ക് ആവശ്യമില്ലേ? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അൺനോൺ നെറ്റ്വർക്ക്സും നമുക്ക് അറിയണം. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിനകത്ത് യൂസ് ചെയ്യുന്ന മോഡത്തിനകത്ത് യൂസ് ചെയ്യുന്ന റൗട്ടിങ് എന്തായിരിക്കും? ഡിഫോൾട്ട് റൂട്ട്. ഡീഫോൾട്ട് റൗട്ട്. അത് നമുക്ക് കൂടുതൽ യൂസേജ് വരുന്നില്ല, പക്ഷെ സ്റ്റാറ്റിക്കിനകത്ത് പഠിക്കുന്ന സമയത്ത് ഡീഫോൾട്ട് റൗട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ തീയതി പറഞ്ഞിരുന്നു മാത്രം. നമുക്ക് ലാബായിട്ട് ചെയ്ത് നോക്കാം. ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ പഠിക്കുന്ന സമയത്ത് ഡീഫോൾട്ട് റൗട്ടിംഗ് കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം എന്റെ തീയതി മാത്രം ഒന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ, നിങ്ങൾ ഇന്നലത്തെ ലാബ് ചെയ്ത് നോക്കിയായിരുന്നോ? ഇനീഷ്യൽ കോൺഫിഗറേഷൻ 3 റൗട്ടറിന്റെ. പക്ഷേ ഒരു ഡൗട്ട്, ഇത് നമ്മൾ ഈ മോഡത്തിന്റെ സെനാരിയോ പറഞ്ഞില്ല, ഇപ്പൊ മോഡത്തിൽ നമ്മൾ ഈ ISP-യിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സെനാരിയോയിൽ ഇപ്പൊ ഡൈനാമിക് IPs ആയിരിക്കുമല്ലോ അതിന്റെ വന്നത്. ഡൈനാമിക് IP ആവുന്ന സമയത്ത് നമ്മളോട് ഇന്റർഫേസ് പറയും. നെക്സ്റ്റ് IP പറയാതെ ഇന്റർഫേസ് പറയും. ആ ഇന്റർഫേസിന് IP മാറും മാത്രം ക്ലിക്ക് ചെയ്തോളും. ഓക്കെ. നമ്മൾക്ക് 2 ഓപ്ഷൻ ഉള്ളേ. എക്സിറ്റ് ഇന്റർഫേസ് ഇല്ലേ? ഇന്റർഫേസ് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഡൈനാമിക് IP നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ യൂസ് ഇന്റർഫേസ്. ആ ഇന്റർഫേസിന് ഏതൊക്കെ IP ആണോ ISP കൊടുത്തോണ്ടിരിക്കുന്നത് അത് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, NAT എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട് നമ്മൾ, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇവിടെ എല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്യാം? പ്രൈവറ്റ് IP അല്ലേ യൂസ് ചെയ്യാം അല്ലേ? നമ്മുടെ ലാൻഡിനകത്ത് കംപ്ലീറ്റ് പ്രൈവറ്റ് IP ആയിരിക്കും. നിങ്ങൾ ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഒരു PC ആണെങ്കിലും എല്ലാം നമ്മൾ പ്രൈവറ്റ് IP കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇന്റർനെറ്റ് ശരിക്കും നമുക്ക് ഇന്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഡിവൈസ് ഉണ്ടെങ്കിൽ 10 കണക്ഷൻ വേണ്ടേ ആക്ച്വലി പബ്ലിക് IP? അതെ. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? നമുക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു പബ്ലിക് IP ഉള്ളൂ, പക്ഷെ ഒരു 100 PC ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ പബ്ലിക് IP യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് IP-ലോട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇന്റർനെറ്റ് കൊടുക്കാം. അപ്പൊ പബ്ലിക് ടു പ്രൈവറ്റ്, പ്രൈവറ്റ് ടു പബ്ലിക് കൺവേർഷൻ വിളിക്കുന്ന പേരാണ് NAT, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. വരുന്നുണ്ട്, ഡീപ്പായിട്ട് വരുന്നുണ്ട്. NAT-നകത്ത് നമുക്ക് 3 മെത്തേഡ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റാറ്റിക് NAT, ഡൈനാമിക് NAT, പാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടൊക്കെ അവിടെ ക്ലിയർ ആയി. അടുത്ത ടോപ്പിക് ആണ് ODR, ഓൺ ഡിമാൻഡ് റൗട്ടിംഗ്. ഓൺ ഡിമാൻഡ് റൗട്ടിംഗ്. നിങ്ങൾ ആരൊക്കെ CDP പറയുന്ന പ്രോട്ടോകോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സിസ്കോ ഡിസ്കവറി പ്രോട്ടോകോൾ കേട്ടിട്ടുണ്ടോ? ഡിസ്കവറി പ്രോട്ടോകോൾ എന്താണ്? CDP ചോദിച്ചാൽ അറിയാൻ പാടില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. 2 റൗട്ടേഴ്സ്. ഓക്കെ, നമ്മളായിട്ട് എനേബിൾ ചെയ്യുന്നതല്ല CDP. നമ്മുടെ സിസ്കോ ഡിവൈസിന്റെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് CDP, സിസ്കോ ഡിസ്കവറി പ്രോട്ടോകോൾ. നൈബേഴ്സിനെ തിരിച്ചറിയാനും നൈബേഴ്സിന് ഏത് ഇന്റർഫേസിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന അറിയാനും. നൈബേഴ്സിനെ തിരിച്ചറിയാൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഇതൊരു 2620 റൗട്ടറാണ് വിചാരിക്കും. അപ്പൊ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് ഏതാണെന്നും ഈ റൗട്ടർ ഏത് സീരീസിനകത്ത് വരുന്നതാണെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സിസ്കോ ഡിവൈസസിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് സിസ്കോ ഡിസ്കവറി പ്രോട്ടോകോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നൈബേഴ്സിനെ തിരിച്ചറിയാൻ. എന്താണ്? CDP നൈബർ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതെ, ഷോ CDP നൈബർ. ഒന്നുകൂടി ഡെപ്ത് ആയി കാണുന്നുണ്ടെങ്കിൽ ഷോ CDP നൈബർ ഡീറ്റെയിൽ. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താണ്?
വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് സമയത്ത് പിന്നെ എക്സാമിനേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ മേ ബി ചോദിക്കുന്നത് ഈ സ്വിച്ച് ഏത് ഇന്റർഫേസിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വിച്ചിലോട്ട് പോകുന്ന ഇന്റർഫേസ് ഏതാണ്. ഇനി ഈവൻ ഇതൊരു മൾട്ടി ലെയർ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇന്റർഫേസിന്റെ IP ഏതാണ്, എനിക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഈ സിമ്പിൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗട്ടിംഗ് നോക്കണ്ട. റൗട്ടിംഗ് നോക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. ആകെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർ ഇന്റർഫേസ് ഏതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് നോക്കിയാൽ മതി? എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇയാളുടെ കൺസോൾ ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഈ റൗട്ടറിന്റെ കൺസോൾ ആണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്ത ആളുടെ ഡീറ്റെയിൽസ് എനിക്ക് എടുത്ത് നോക്കാൻ പറ്റുമോ? ഈ ഇന്റർഫേസ് അടുത്ത റൗട്ടറിന്റെ ഏത് ഇന്റർഫേസിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് എന്ത് വേണം? ഈ പറയുന്ന CDP പറയുന്ന പ്രോട്ടോകോൾ ആണ്. ദെൻ അയാളുടെ IP എന്താണ്, നൈബർ അടുത്ത ഡിവൈസിന്റെ ഏത് പോയിന്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഇന്റർഫേസിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അയാളുടെ IP എന്താണ്, അയാൾ ഏത് സീരീസ് വരുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിമ്പിൾ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊന്നും അല്ല ഇവിടുത്തെ കഥ. ഓക്കെ, CDP എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ ഒരു റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെയും സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോപ്പോളജി ബിൽഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ODR പറയുന്ന മെത്തേഡ് ആരെയാണ് ഉപയോഗിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന CDPയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ടിവിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആലോചിച്ച് നോക്കിയേ, സ്റ്റാറ്റിക് റൂട്ട് വേണ്ട, ഡീഫോൾട്ട് റൂട്ട് വേണ്ട, ഒരു റൂട്ടിംഗ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻബിൽറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന സിസ്കോ ഡിസ്കവറി പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ കൂടിയാണ്. റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെ സഹായം ഇല്ലാതെ ഒരു ടോപ്പോളജി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോഴാണ് നിങ്ങളുടെ ആൻസർ എന്ത് വരേണ്ടത്? ODR. അതൊരു ഇന്റർവ്യൂവിന് കണ്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ODR കുറിച്ച് പറയുന്നത്. നോർമലി നമ്മുടെ ടോപ്പിക്കിനകത്ത് ഇല്ല. ഓക്കെ, എന്നിരുന്നാലും പലരോടും ചോദിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പല ഭാഗങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ODR എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലേക്ക് നമുക്ക് ODR യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് തിയറിയിലോട്ട് പോകും. R1, R2, R3, R4. ഈ ടോപ്പോളജിക്കകത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ റൗട്ടേഴ്സും ആരായിട്ട് കണക്റ്റഡ് ആണ്? R1. R1 ആയിട്ട്. R1 ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ടോപ്പോളജിയെ വിളിക്കുന്ന പേരാണ് ഹബ് ആൻഡ് സ്പോക്ക് ടോപ്പോളജി. ഇത് വിളിക്കുന്നത് ഹബ് ആൻഡ് സ്പോക്ക്. നമ്മുടെ വൈറ്റിലെ ഹബില്ലേ, എല്ലാ ബസ്സുകളും അവിടെ വന്നിട്ടല്ലേ പോവാ എന്ന് പറയുന്ന പോലെ എല്ലാവരും ആരായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ഹബ്ബായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ടോപ്പോളജി പ്രകാരം ആരാണ് ഹബ്ബ്? ഈ പഹയാണ് ഹബ്ബ്. ബാക്കി എല്ലാവരും എന്താണ്? സ്പോക്ക് റൗട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഈ ഇന്റർഫേസ് ഞാൻ ഒരു IP കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ് ഞാൻ IP കൊടുക്കണം, ലൂബാക്കിനായിരുന്നു IP കൊടുക്കണം 2.0. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 3.0.0. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 4.0. ഈ കംപ്ലീറ്റ് സീരിയൽ ഇന്റർഫേസിന് ഞാൻ കൊടുക്കുന്നത് ഒരു 192 സീരീസ് ആണ് വിചാരിച്ചോളൂ. 192.168.XX. ഇവിടെ ഞാൻ SM/0ക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1.1 മീൻസ് 192.168.1.1. ഇവിടുത്തെ SM/0ക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത IP 192.168.1.2. ഇവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് S1/1 എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. അവിടെ ഞാൻ കൊടുക്കുന്നത് 192.168.2.1. ഇവിടെ ഞാൻ കൊടുക്കുന്നത് SM/1 ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2.2. നമ്മൾ ലാബ് ചെയ്യുക എന്നുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള അഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 3.1. ഇവിടെ SM/2 വരുന്നുണ്ട്, അവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് 3.2. ഈ രീതിയിലാണ് ഞാൻ ടോപ്പോളജി ബിൽഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം R2ന് ഏതുവരെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും? R1 ഗേറ്റ് വരെ അല്ലെ? R3കോ? R1 ഗേറ്റ് വരെ. R4നോ? R1 ഗേറ്റ് വരെ. അപ്പൊ എല്ലാവർക്കും എവിടം വരെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്? R1 വരെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കമാൻഡ് റൗട്ടർ സ്പേസ് ODR എന്ന് പറഞ്ഞിട്ട് ഏത് റൗട്ടിനകത്ത് കൊടുത്താൽ മതി? ഒരേ ഒരു റൗട്ടിനകത്ത് മാത്രം കൊടുത്താൽ മതി. R1 കൊടുത്തു കഴിഞ്ഞാൽ CDPയുടെ സഹായത്തോടുകൂടി ഇവന്മാരെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ആര് കടത്തിവിടും? സ്പോക്ക് റൗട്ടേഴ്സിനകത്ത് ഒന്നും യൂസ് ചെയ്യണ്ട, ഒന്നും യൂസ് ചെയ്യണ്ട. ഹബ് റൗട്ടിനകത്ത് കയറിയിട്ട് ജസ്റ്റ് റൗട്ടർ സ്പേസ് ODR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ CDPയുടെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന സ്പോക്ക് റൗട്ടേഴ്സ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫുള്ളി ലോഡ് ടോപ്പോളജി ആയിരിക്കും. ആരുടെ സഹായത്തോട് കൂടിയിട്ട്? R1 എന്ന് പറയുന്ന റൗട്ടറിന്റെ സഹായത്തോടു കൂടി.
പക്ഷെ ടോപ്പോളജി എങ്ങനെയുള്ളതായിരിക്കണം? എല്ലാവരും ആരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം? ഹബ്ബായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഈ R2 അപ്പുറത്ത് വേറെ റൗട്ട് ഉണ്ടാവാൻ പാടില്ല, R3 അപ്പുറത്ത് വേറെ റൗട്ട് ഉണ്ടാവാൻ പാടില്ല, R4 അപ്പുറത്ത് വേറെ റൗട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ യു ക്യാൻ യൂസ് ODR, ഓൺ ഡിമാൻഡ് റൗട്ടിംഗ്. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് യൂസ് ചെയ്യുക? റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. ODR എന്ന് പറയുന്നത് എന്താണ്? ഒരു മെത്തേഡാണ്. നമ്മുടെ സിസ്കോ ഡിവൈസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ സിസ്കോ ഡിവൈസിനകത്ത് മാത്രമേ എന്ത് റൺ ആവുള്ളൂ? ODR. ODR റൺ ആവുള്ളൂ. ODR എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂട്ടിംഗ് മെത്തേഡ് മാത്രമാണ് സ്റ്റാറ്റിക് റൂട്ട് പോലെ. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് റൺ. പിന്നെ ഏത് ടോപ്പോളജിക്കകത്ത് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ? Hub and ഹബ് ആൻഡ് spoke. സ്പോക്ക് ടോപ്പോളജിക്കകത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ. ഏത് പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? സിസ്കോ ഡിസ്കവറി പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ് ബിറ്റ്വീൻ സ്പോക്സ് തമ്മിൽ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു IP റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ അൺനോൺ നെറ്റ്വർക്ക്സും പറഞ്ഞു കൊടുക്കാനല്ലേ? ഇവിടെ എന്താണ്? മിനിമം ഓവർ ഹെഡ് ആണ്. ഒന്നും പറയണ്ട, ചുമ്മാ ഒരു റൗട്ടിംഗ്. ഈ ഒരു നേരത്തെ കണ്ടില്ല, റൗട്ടർ സ്പേസ് ODR എന്ന് മാത്രം കമാൻഡ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് റൂട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമില്ല? മാനുവലി ഒന്നും തന്നെ കോൺഫിഗർ ആവശ്യമില്ല. ലെസ് കോൺഫിഗറേഷൻ ആണ്. വളരെ സിമ്പിൾ കോൺഫിഗറേഷൻ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇനി അടുത്തെന്താ പറയുന്നത്? ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റീവ് ഡീഫോൾട്ട് റൂട്ട്. ഡീഫോൾട്ട് റൂട്ട് പ്രത്യേകം എന്താ? എനിക്ക് വേറെ ഒന്നും അറിയില്ല, എനിക്ക് ഹബിലോട്ട് മാത്രം പോകാൻ അറിയുള്ളൂ. മനസ്സിലായി? അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ക്രിയേറ്റ് ആവും? ഒരു ഡീഫോൾട്ട് റൂട്ട് എവിടെ ക്രിയേറ്റ് ആവും? സ്പോക്ക് റൗട്ടേഴ്സിനകത്ത് ക്രിയേറ്റ് ആവും. എന്ത് എനേബിൾ ചെയ്യുമ്പോൾ? ODR എനേബിൾ ചെയ്യുമ്പോൾ സ്പോക്ക് റൗട്ടേഴ്സ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് അയാൾ R1 മാത്രം അറിയുള്ളൂ. ആരെന്ത് ചോദിച്ചു വന്നാൽ ഞാൻ നേരെ അങ്ങോട്ട് പറഞ്ഞുവിടും, ഞാൻ R1 പറഞ്ഞുവിടും. ഓക്കെ. അപ്പം ODRന്റെ വാല്യൂ എത്ര വരുന്നത്? AD വാല്യൂ 160 ആണ് വരുന്നത്. ഏത് ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഹബ് റൗട്ടിനകത്ത് ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്ററിലാണ്? ഓ. സ്പോക്ക് റൗട്ടേഴ്സിനകത്ത് O സ്റ്റാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? അതായത് നമ്മൾ സ്റ്റാർ കണ്ടു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സച്ചിന്റെ സ്കോറിന്റെ എൻഡിൽ ഒരു സ്റ്റാർ കണ്ടാൽ എന്താ പറയാ? നോട്ട് ഔട്ട് എന്ന് പറയുന്ന പോലെ സ്പോക്ക് റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ആര് വന്നാലും നേരെ തട്ടി കൊടുക്കും എങ്ങോട്ട്? ഗേറ്റ്വേയിലോട്ട്, അഥവാ നെക്സ്റ്റ് ഹോപ്പിലോട്ട്. അതാണ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്റ്റാർ നമ്മുടെ സിസ്കോ ഡിവൈസിനകത്ത് എവിടെ കണ്ടാലും മനസ്സിലാക്കുക, അടുത്ത പോയിന്റിലോട്ട് പറഞ്ഞു വിടുക. എനിക്കറിയില്ല, ഞാൻ അടുത്ത പോയിന്റിലോട്ട് പറഞ്ഞു വിടുകയാണ്. അതേപോലെ തന്നെ ഡീഫോൾട്ട് റൂട്ടിംഗ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? S സ്റ്റാർ എന്നായിരിക്കും. S സ്റ്റാർ കണ്ട മീനിങ് എന്താണ്? സ്റ്റാറ്റിക്കിന്റെ ടീം തന്നെയാണ്, പക്ഷെ എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. സ്റ്റാർ മീനിങ് എന്താണ്? എനിക്ക് നൈബറിലോട്ട് പറഞ്ഞുകൂടാ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ഡീഫോൾട്ട് റൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും കാണിക്കുന്നത്? നമ്മൾ ഷോ IP റൂട്ട് അടിച്ചപ്പോൾ, സ്റ്റാറ്റിക്കിന്റെ ലാബ് ചെയ്തപ്പോൾ നമുക്ക് ഷോ IP റൂട്ട് അടിച്ചപ്പോൾ എന്താ കാണിച്ചത്? S, വെറും S കാണുകയാണെങ്കിൽ ഇറ്റ്സ് സ്റ്റാറ്റിക് റൂട്ട്. S സ്റ്റാർ കാണുകയാണെങ്കിലോ ഇറ്റ്സ് ഡീഫോൾട്ട് റൗട്ടിംഗ്. എന്താണ്? ഡീഫോൾട്ട് റൗട്ടിംഗ്. അതേപോലെ തന്നെ ODR എനേബിൾ ചെയ്യുന്ന സമയത്ത് സ്പോക്ക് റൗട്ടേഴ്സിനകത്തെല്ലാം എന്തായിരിക്കും കാണിക്കുന്നത്? O സ്റ്റാർ എന്നായിരിക്കും കാണിക്കുന്നത്. ഹബ് റൗട്ടിനകത്ത് എന്ത് മാത്രം കാണിക്കുള്ളൂ? പുള്ളി വലിയ ആളാണല്ലോ, O എന്ന് മാത്രം കാണിക്കുള്ളൂ. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെയോ റൂട്ടിംഗ് മെത്തേഡിന്റെയോ സഹായം ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന സിസ്കോ ഡിസ്കവറി പറയുന്ന പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോപ്പോളജി ബിൽഡ് ചെയ്യാം. കണ്ടീഷൻ എന്താണ്? ഇതുപോലെ എന്തായിരിക്കണം? ഹബ് ആൻഡ് സ്പോക്ക് ടോപ്പോളജി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പെട്ടെന്ന് ചെയ്യുന്നു. കഴിഞ്ഞോ? GNS3 പറയുന്ന സിമുലേഷൻ ഇൻസ്റ്റാളേഷൻ ഫയൽസും ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിനകത്ത് യൂസ് ചെയ്യുന്ന മെയിൽ ID ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.
സാർ ലാപ്പിന് കോൺഫിഗറേഷൻ അങ്ങനെ ഉണ്ടോ? നമ്മൾ CC NP ലെവൽ അല്ലേ, മിനിമം ഒരു 8 GB ഒരു i3 ആണെങ്കിലും മതി. ഓക്കെ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പുതിയ ലാപ്ടോപ്പ് എങ്ങാനും എടുക്കാന്നുണ്ടെങ്കിൽ മിനിമം 16 GB റാം ഉള്ളത് എടുക്കാം. അതും എക്സ്പാൻഡബിൾ. അത് ഇന്ന ഫ്യൂച്ചറിന് വളരെ ഉപയോഗം ഫയർവാളും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 16 GB കൂടി എക്സ്റ്റേണൽ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എടുക്കുക. മിനിമം i5 ആയാലും കുഴപ്പമില്ല, അതിന് ഹയർ ആയാലും കുഴപ്പമില്ല. മിനിമം i5 എങ്കിലും ട്രൈ ചെയ്യും. ഇനി എല്ലാത്തിലും പോർട്ട് ആയിരുന്നു. ഔട്ട് ഓഫ് ചെയ്യാം. ട്രൈ ചെയ്തിടാം. ഞാൻ റൗട്ടർ ഓൺ ചെയ്യുന്നു. വരട്ടെ. ഓഫ് ചെയ്തിട്ട് മിസ്റ്റേക്ക് നീ പറയണ്ടോ? യെസ്. ഇനിയിപ്പോ നമുക്ക് ഒരുപാട് സീരിയൽ കേബിൾ വേണമല്ലേ. നിങ്ങൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കണക്ഷൻ എടുത്തതിന് ശേഷം കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്കുള്ള ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരില്ല. ജസ്റ്റ് നിങ്ങൾ ഇവിടെ SS/0 ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെയും നമ്മൾ SS/0 ക്ലിക്ക് ചെയ്യുന്നു. കണക്ഷൻ ഓക്കെ ആണ്. ഇവിടെ കണ്ടോ കേബിൾ പോയിട്ടില്ല. കേബിൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവിടെ SS/1 ക്ലിക്ക് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്? വേണ്ട, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം സെലക്ഷൻ ചെയ്യുമ്പോൾ മാത്രം കൺട്രോൾ മതി. ആദ്യം മാത്രം SS/1 ആവശ്യം കഴിഞ്ഞാൽ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചാൽ മതി. പോയി. ഓക്കെ. ഇനി ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കൺസോൾ എല്ലാത്തിനും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? ഞാൻ ഒന്ന് കൊടുക്കുന്നു. IP domain ലുക്കപ്പ് വരുന്ന സമയത്ത് ജസ്റ്റ് എല്ലാം കൊടുത്ത് ടാബ് അടിച്ച ബാക്കി വന്നോളൂ. കംപ്ലീറ്റ് ടൈപ്പിംഗ്. IP domain lookup, then host name ഞാൻ കൊടുക്കുന്നത് .1.0.0.1 എന്നൊരു ഓർഡറിൽ കൊടുത്തിരിക്കുന്നത്. R1 ആണെങ്കിൽ 1, R2 ആണെങ്കിൽ 2, R3 ആണെങ്കിൽ 3. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള IP കൊടുക്കുക എന്നുള്ളതല്ല. ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സംഭവം കീപ്പ് ചെയ്യാറുണ്ട്. നമുക്കുള്ള സീരിയൽ ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ക്ലാസ് C ആണ്. അവിടെ ഞാൻ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് 1.1 അല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 192.168.1.1 അല്ലെ, 1.1 അല്ലേ? യെസ്. ക്ലാസ് C ആയതുകൊണ്ട് 255.255.0. R1 ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. നമുക്കറിയാം സീരിയൽ എന്തുകൊണ്ടാണ് ഡൗൺ നമുക്കറിയാം. ലൂപ്പ് ബാക്ക് അപ്പ് ആണ്. ഇവിടെ ഓക്കെ ആണ്. ഇനി സെക്കൻഡ് ഡിവൈസിനകത്ത് കയറിയിട്ട് ഇതേപോലെ ഒന്ന്
അങ്ങനെ സേവ് ചെയ്തില്ല അല്ലേ? ഇല്ല ഡു അപ്പോൾ അത് അത് നിങ്ങൾ ശീലിക്കുക. എനിക്കിവിടെ പാക്കറ്റ് റൈസർ ആയതുകൊണ്ട് ഡു റൈറ്റ് കൊടുത്തും കുഴപ്പമില്ല. ബട്ട് റിയൽ ടൈമിൽ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും. ഓക്കെ. അത് കൊടുക്കുന്നു. config now IP domain lookup host R2 config ഇവിടെ നമുക്ക് ഫ്രണ്ട് കിടന്ന SSL0 കഴിഞ്ഞിട്ട് ലൂപ്പ് ആക്സ് interface pad 255 നമ്മൾ R1 കൊടുത്തല്ലോ. അവിടെ 1 .255.0 now show exit interface എന്തെങ്കിലും വന്നാൽ ടാപ്പ് യൂസ് ചെയ്യാം. സെക്കൻഡ് റൗട്ടർ ആയതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയാണ് IP കൊടുക്കുന്നത്. എക്സിറ്റ് ഇതിന്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. IP interface briefing Everything fine. Duvia R2 കഴിഞ്ഞു. എല്ലാത്തിലും 2 ഇന്റർഫേസ് വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. enable root config no IP domain lookup R3 അല്ലേ? R3 this is one ഓ ഞാൻ R1 എല്ലാത്തിന്റെ ഒരു ഇന്റർഫേസ് കോൺഫിഗർ ചെയ്തുള്ളൂ. S1/0 കണ്ട് ഓക്കെ കുഴപ്പമില്ല. കഴിഞ്ഞിട്ട് പോകാം. Yeah, 192.168.2.2 5.5.5.0 exit എന്താണ് ഡൗൺ കാണിച്ച് പറഞ്ഞാൽ നമ്മൾ R1 Interface. ഞാൻ മറന്നുപോയി. R1 ഒരു ലൂപ്പ് ബാക്കും S1/0 മാത്രം കോൺഫിഗർ ചെയ്തുള്ളൂ. S1/1 S1/2 ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഡൗൺ കാണിക്കുന്നത്. ഓക്കെ, സ്പോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹബിലോട്ട് കയറാം. ഓക്കെ, ഡോട്ട് കൊടുത്തു. ഇനി ലൂപ്പ് ബാക്ക്. ഓക്കെ, L1 3.0.0 0.0 exit. Duvia segment interface brief I do R4 കോൺഫിഗർ ചെയ്ത് നേരെ R lookup hostname is S1/add 192.168. 3.2 അല്ലേ? Base F1 add 4.1 ഫൈൻ. നമ്മള് R1 രണ്ട് ഇന്റർഫേസ് സീരിയൽ ഇന്റർഫേസ് ഞാൻ ആകെ ഒരെണ്ണം കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ. S1/2 S1/3 കോൺഫിഗർ ഇന്റർഫേസ് S1/1
interface s1/3.1. Okay. എല്ലാവർക്കും വന്നിട്ട് 1 2 3 വന്നിട്ടുണ്ട്, ഡ്യൂ ബാക്കും വന്നിട്ടുണ്ട്. Fine. Three അപ്പൊ down. എല്ലാ ഈ down കൊടുത്തില്ലേ? കൊടുത്തില്ല അല്ലേ? Interface s1/2 message. Ready? ഓപ്പോസിറ്റ് അപ്പായി നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാം ഓക്കെ, എവറിത്തിങ് ഫൈൻ. അപ്പോൾ നമുക്ക് മറ്റുള്ള ഡിവൈസസ് നമുക്ക് ഏതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ? ഇവിടെ ഗേറ്റ് വരെ അല്ലേ? എന്ന് വെച്ചാൽ ഗ്രൂപ്പിംഗ് 192.168.1.1 റൈറ്റ്. നമുക്ക് എങ്ങോട്ട് കിട്ടില്ല? ഒരു ലൂപ്പ് ബാക്കിലോട്ട് നമുക്ക് കിട്ടില്ല. R1ന്റെ ലൂപ്പ് ബാക്കിലോട്ട് കിട്ടില്ല, R1 കിട്ടില്ല. പിന്നെ R3 കിട്ടുമോ? R4 കിട്ടുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എനിക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ R3യുടെ ലൂപ്പ് ബാക്കിലോട്ട് ചുമ്മാ ഞാൻ അടിച്ചു നോക്കുന്നു, കിട്ടുന്നില്ല. കിട്ടില്ല, നമുക്കറിയാം. ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രം ചെയ്തുകൊണ്ട് കിട്ടില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് ഏത് റൗട്ടത്ത് കയറുന്നു? ഹബിനകത്ത് കയറിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള കമാൻഡാണ് റൗട്ടർ സ്പേസ് OTR മൊത്തം കൊടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. സപ്പോർട്ട് ആവില്ല. ഞാൻ നോർമലി എപ്പോഴും GNC ചെയ്യാറുണ്ട്. വേറെ ഏതെങ്കിലും സീരീസ് റൗട്ടർ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ള റൗട്ടേഴ്സും സപ്പോർട്ട് ഇല്ലല്ലോ. മാറ്റണമെങ്കിൽ എല്ലാ റൗട്ടേഴ്സും മാറ്റേണ്ടി തട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഇത് വെച്ച് ഏതെങ്കിലും ലാബ് കിടക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ GNSയുടെ സിമുലേഷന്റെ. നമ്മളിപ്പോ ഫയർവാൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് VMwareന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ VMware ഓപ്പൺ വരും. നമ്മൾ ചെയ്യുമ്പോൾ VMware വേണോ സാർ? റൗട്ടിങ് കഴിയുന്നവരെ വേണ്ട. സ്വിച്ചിങ്ങിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ VMware കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. സ്വിച്ചിന്റെ വോയിസ് VMwareന്റെ ബേസ് വർക്ക് ചെയ്യുന്നത്. VMware മറ്റേ ഫയർവാൾസ്, SD-WAN, ASA ഫയർവാൾ, ഫോർട്ടിനെറ്റ്, പാലോ ആൾട്ടോ, അങ്ങനെ എല്ലാം ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാം ലോഡ് ചെയ്ത് ലാബ് ചെയ്യാൻ പറ്റും. ഞാൻ തരുന്ന വീഡിയോക്കകത്ത് സ്വിച്ച് ലോഡ് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട്. തൽക്കാലം അങ്ങോട്ട് കടക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? GNS3 പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് കാണിക്കുന്ന ആ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. റൗട്ടിങ്ങിന് വേണ്ടി അത്രയും മതി. VMwareന്റെ സെഷൻ നിങ്ങൾ തുടണ്ട. അത് സ്വിച്ചിങ് വരുന്ന സമയത്ത് മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോ ഞാൻ ലോഡ് ചെയ്യുന്ന പോലെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ലോഡായി വന്ന് ഈ ഒരു ബ്ലൂ വിൻഡോ വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു തലവേദനയാണ്. അതുകൊണ്ട് ODR രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത എല്ലാ കോൺഫിഗറേഷൻ ചെയ്യും. മിക്കവാറും സേവ് ചെയ്യാറില്ല, മിക്കവാറും കോൺഫിഗറേഷൻ ഉണ്ടാവില്ല.
ഓ രക്ഷപ്പെട്ടു. ഇവിടെ ഞാൻ 1.1 പകരം യൂസ് ചെയ്തിരിക്കുന്നത് 10.1, 20.1, 30.1 ആണ്. ഒരു വ്യത്യാസമില്ല. 10, 20, 30 അത്ര മാറ്റം വന്നിട്ടുള്ളൂ. ഇവിടെ ഓക്കെ ആണ്. ഞാൻ അവിടെ ഷോ റൺ അടിച്ചിട്ട് ODRന്റെ കമാൻഡ് സേവ്ഡ് ആണോ നോക്കട്ടെ. റൗട്ടർ സ്പേസ് ODR എന്ന് കാണുന്നുണ്ടോ? സാറേ ഇതിലിപ്പോ ഷോ IP റൂട്ട് അടിച്ചാല് കാണിക്കോ? അതിനകത്ത് നമ്മൾ ODR എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. കണ്ടില്ലല്ലോ. ഓക്കെ, റൗട്ടിങ്ങിന്റെ കമാൻഡ് അടിച്ച് ഇറങ്ങി. ഓ റൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം? ടെസ്റ്റ് വേണമെങ്കിൽ സ്പോക്ക് റൗട്ടേഴ്സിനകത്ത് കയറിയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. R2 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പിങ് അടിക്കും. പിങ് 192.168.10.1. അതുവരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്നാൽ പിങ് ലൂപ്ബാക്കിനായി 1 കൊടുത്തൊന്നും വിശ്വസിക്കുന്നു ഇല്ല. എന്ത് കിട്ടുന്നില്ല? സ്പോക്ക് റൗട്ടേഴ്സിന് എങ്ങോട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. വേണമെങ്കിൽ നേരത്തെ നോക്കിയ പോലെ R3യുടെ ലൂപ്പ് ബാക്കിലോട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. എങ്ങോട്ടും ആക്സസ് ഇല്ല. ഇപ്പൊ നമ്മൾ R1 കേട്ട് എന്ത് കൊടുത്താൽ മതി? റൗട്ടർ സ്പേസ് ODR പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് ഫൈൻ. കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറുന്നു. റൗട്ടർ നോക്കിക്കേ, അതായത് TNS3 നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ iOS ഇല്ലേ, ഒറിജിനൽ റൗട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന വോയിസ്, അതാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ റൗട്ടിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പറ്റും. കണ്ടോ, ODRന്റെ അവിടെ ഉണ്ട്. ODR കൊടുത്തിട്ട് ജസ്റ്റ് എനേബിൾ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഹബിനകത്ത് കയറിയിട്ട് റൗട്ടർ സ്പേസ് ODR പറയുന്ന കമാൻഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയൊരു ഡിലേ ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പായിട്ടുണ്ടെങ്കിൽ സക്സസ്. ഇനി തൊട്ട് നൈബറിന്റെ IP അൺറീച്ചബിൾ വരുന്നുള്ളൂ, അപ്ഡേഷൻ വരുന്നുള്ളൂ. യു മീൻസ് അൺറീച്ചബിൾ. ഓ IP കമാൻഡ് എടുത്തിട്ടുണ്ട്. പോസ്റ്റർ ഉണ്ടോ? ഏത് IP-ലോട്ടാ? 10.1 യെസ്. കേട്ടോ, ചെറിയ ഡിലേ വന്നു. ഇതിലോട്ടും ഓക്കെ. അപ്പൊ എല്ലാത്തിലോട്ടും നമുക്ക് എന്താണ്? ആക്സസ് ഉണ്ട്. അപ്പൊ ആരെന്ത് ചോദിച്ചാലും ഞാൻ ഏത് IP-ലോട്ട് പറഞ്ഞുവിടാം? 10.1. എല്ലാ സ്പോക്ക് റൗട്ടേഴ്സും സെയിം ഫീൽ. ഓക്കെ, R3 കയറാം. എല്ലാത്തിലും O* എന്നാണ് കാണിക്കുന്നത്. ഇയാൾ എന്താ ചെയ്യുന്നത്? ആര് ചോദിച്ചു വന്നാലും ഗേറ്റ് വേ, ഏത് ഗേറ്റ് വേ? 20.1 പിങ് 1.0.0.1 സക്സസ് 2 സക്സസ് 3. ഇയാളുടെ IP അല്ലേ? എല്ലാ IP-ലോട്ടും എന്താണ്?
നമുക്ക് ആക്സസ് ഉണ്ട്. ഇനി നമ്മൾ ഹബിനകത്ത് ഒരു ഷോ ഐ പി അടിച്ചാൽ നമ്മൾ പറഞ്ഞത് പ്രകാരം O പറയുന്ന ലെറ്ററിലായിരിക്കും കാണിക്കുന്നത്. ഡു ഷോ ഐ പി റൂട്ട്. എല്ലാ ലൂപ്പ് ബാക്കിലോട്ടും എന്താ കാണിക്കുന്നത്? O പറയുന്ന ലെറ്റർ കാണിക്കുന്നത്. O സ്റ്റാർ അല്ല O. ഇപ്പൊ ഹബിനകത്ത് എപ്പോഴും O പറയുന്ന ലെറ്ററിലായിരിക്കും. സ്പോക്ക് റൗട്ടേഴ്സിനകത്ത് എപ്പോഴും എന്തായിരിക്കും? O സ്റ്റാർ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്താണ്? ODR, ഓൺ ഡിമാൻഡ് റൗട്ടിംഗ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കമാൻഡ് വേണ്ടവർ ജസ്റ്റ് നോട്ട് വെച്ചു. ഡു ഷോ CDP നൈബർ. കേട്ടോ എന്താ കാണിക്കുന്നത്? ലോക്കൽ ഇന്റർഫേസ് പറഞ്ഞാൽ R2 നമ്മുടെ SM/0 അകത്ത് R2ലോട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റൗട്ടറിന്റെ ഇന്റർഫേസ് ഏതാണ്? SM/0 ആണ്. പോർട്ട് ID കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരുടെയാണ്? R2നകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് ആണ്. ഒരു ഐഡിയ കിട്ടിയോ? ദെൻ അത് റൗട്ടർ ഏത് സീരീസാണ്? പ്ലാറ്റ്ഫോം മീൻസ് ഏത് സീരീസിൽ പെടുന്നതാണ്? 3725 പറയുന്ന സീരീസ് ആണ് ഞാൻ GNS3 യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഒന്നുകൂടി ഡെപ്ത് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഷോ CDP നൈബർ ഡീറ്റെയിൽസ്. ഷോ CDP നൈബർ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് അവരുടെ IP പോലും നമുക്ക് അറിയാൻ പറ്റും. R2ലോട് കണക്ട് ചെയ്തിരിക്കുന്ന IP ഏതാണ്? നമ്മൾ R1 നിൽക്കുന്നത്. R2ലോട് കണക്ട് ചെയ്തിരിക്കുന്ന IP ഏതാണ്? 190.160.10.2 ആണ്. ഏത് ഇന്റർഫേസ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? SM/0 വഴിയാണ്. നൈബറിന്റെ ഇന്റർഫേസ് ഏതാണ്? ഔട്ട് ഗോയിങ് പോർട്ട് എത്രയാണ്? SM/0 ആണ്. ഐഡിയ കിട്ടിയോ? ഇങ്ങനെ എല്ലാ ഡീറ്റെയിലും കാണാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത് കിടക്കുന്ന ആള് ലൂപ്പ് ബാക്ക് വരില്ല സാർ? ലൂപ്പ് ബാക്ക് വരില്ല. നമ്മൾ നൈബറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം മാത്രമാണ്. ലൂപ്പ് ബാക്ക് ഒന്നും ഇല്ല. ലൂപ്പ് ബാക്കിന്റെ നെറ്റ്വർക്ക് അഡ്രസ് കാണാനുള്ള ഷോ IP റൂട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ നൈബർ ആരാണ്? നൈബർ ഏത് സീരീസ് ആണ്? നൈബറിന്റെ ഏത് പോർട്ടിലോട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്? അത്രേ ഉണ്ടാവുള്ളൂ. നൈബറിന്റെ IP. ലൂപ്പ് ബാക്ക് ഒരു സ്വിച്ച് ആയിട്ടാണെങ്കിൽ സ്വിച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സ്വിച്ച് ആണ് വരില്ല. നമ്മുടെ നൈബറിനെ മാത്രം കാണിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഒരു സ്വിച്ചിനകത്ത് കയറിയിട്ടാണ് ഷോ CDP നൈബർ എന്ന് അടിക്കുന്നതെങ്കിൽ ആ സ്വിച്ചുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഡിവൈസ് ഏതൊക്കെയുണ്ട് അത് കാണിച്ചു. അല്ലാണ്ട് വേറെ ആൾക്കാരുടെ ഇൻഫർമേഷൻ കാണിക്കില്ല. നമുക്ക് ഡയറക്ട്ലി കണക്റ്റഡ്. R1 എല്ലാവരും ഡയറക്ട്ലി കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാം കാണിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ പോയിട്ട് സ്പോക്ക് റൗട്ടറിനകത്ത് കയറി ഷോ CDP R1 റൗട്ടറിന് ഒരു സ്വിച്ച് വെച്ചാൽ ആ സ്വിച്ചിന്റെയും കൂടെ കിട്ടുമോന്നാണ് ചോദിച്ചത്. ഇല്ല, കിട്ടില്ല. അതായത് ഉദ്ദേശിച്ചത് R1 ഡയറക്റ്റ് വെച്ച് കിട്ടും. സ്വിച്ച് സിസ്കോ ഡിവൈസ് R1 ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ കാണിക്കും. നമ്മളിപ്പോ ലൂപ്പ് ബാക്ക് ചെയ്തതിന് പകരം ഒരു സ്വിച്ച് ആണ് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലെ? അതായത് ഞാനിപ്പോ ഇവിടെ ലൂപ്പ് ബാക്ക് കൊടുക്കില്ല. നമ്മളിപ്പോ ഒരു ഡിവൈസാ കൊണ്ട് വെച്ചതെങ്കിൽ ഒരു അതിനകത്ത് വർക്ക് ആവുമെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഒരു IP കൊടുക്കുകയാണ്. ഇത് ഒറിജിനൽ ഞാൻ പറഞ്ഞില്ല VMwareന്റെ സഹായത്തോട് റൺ ചെയ്യുന്ന സ്വിച്ചാണ്. ഒറിജിനൽ അതിലോട്ട് നോക്കാം. ഇത് ഇപ്പൊ മേലെ ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന ഒരു ഡമ്മിയാണ്. പെർഫെക്റ്റ് വർക്ക് ചെയ്യില്ല. കണക്ട് ചെയ്തെന്ന് മാത്രം.
ഒന്ന് ബൂട്ടായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒറിജിനൽ വോയിസ് ആയതുകൊണ്ട് ബൂട്ട് ആവാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. വന്നിട്ടുണ്ടല്ലേ? വന്നോ? R1 വന്നിട്ടുണ്ട് സാർ. വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല, ഞാൻ ലാസ്റ്റ് നോക്കാം. ഇപ്പൊ സ്വിച്ച് അവിടെ വന്നുണ്ടോ? ഇപ്പോൾ ഡിവൈസ് ആണെങ്കിൽ, ഒറിജിനൽ ഡിവൈസ് ആണെങ്കിൽ ഏത് ലോക്കൽ പോർട്ടാണ്, എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. നമ്മൾ സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് ജിഗ പോർട്ടാണ്. ഡീറ്റെയിൽസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വരുന്നുണ്ടോ? ഫസ്റ്റ് കാണിക്കുന്നില്ലേ? സ്വിച്ച് പ്ലാറ്റ്ഫോം സിസ്കോ മാത്രമേ ഉള്ളൂ, ഏത് സീരീസ് ഇല്ല. എന്നുവെച്ചാൽ അത് VMware വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് സീരീസ് കൊടുത്തു. ഓക്കെ ഓക്കെ. ഏത് സീരീസ് ഇല്ല. ഇത് പർച്ചേസ് ചെയ്യുന്ന സാധനം ഞാൻ തരുന്നത് ആർക്കും ഷെയർ ചെയ്തു കേട്ടോ. എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. നമ്മള് എത്രയോ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ആരോ ചെയ്തതാണ് എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാധിക്കും. അപ്പോൾ തരുന്ന ഫയൽസ് മാക്സിമം അടുത്തറിഞ്ഞ് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ആരിൽ നിന്ന് വന്നെന്ന് മാത്രം പറയരുത്. ഓക്കെ, അക്കാദമിയിൽ പേരും പറയരുതല്ലേ? എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസും കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ, കൊടുക്കാറുണ്ട്. ആരും മിസ്യൂസ് ചെയ്ത് പണി കിട്ടും. ഇന്നത്തെ ലാബ് എല്ലാവർക്കും ക്ലിയർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും ജസ്റ്റ് ക്ലാസ്